നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർക്കായിട്ട് ചിക്കാഗോ ഫയർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നല്ലോ. ആ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. ദി അത്ലറ്റിക് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ട് ചിക്കാഗോ ഫയറിന് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ. പക്ഷേ ഡീലിൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ നെഗോസിയേഷൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ ഫബ്രീസിയോ വിശദീകരിക്കുന്നുമുണ്ട്. നമ്മൾ നോക്കിയാണ്. ഫബ്രീസിയോ പറയുന്നു ചിക്കാഗോ ഫയർ ഹാവ് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഇൻ നെയ്മർ ജൂനിയർ. പക്ഷേ നെഗോസിയേഷൻസ് അത്ര അഡ്വാൻസ്ഡ് സ്റ്റേജിലല്ല. പ്ലെയറുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വലിയൊരു താല്പര്യം അതിൽ പ്രകടിപ്പിച്ചിട്ടില്ല. നെയ്മറും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ഇതുവരെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോർമൽ കോൺട്രാക്ട് പ്രപ്പോസൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഡീൽ എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസ് ഓഫ് ദി സ്റ്റോറി ആൻഡ് നത്തിങ് ഇമ്മിനന്റ് ആസ് ഓഫ് നൗ. ഇതാണ് ഫബ്രീസിയോ പറഞ്ഞത്. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാവുന്ന രൂപത്തിലേക്ക് അഡ്വാൻസ് ചെയ്ത് പോയിട്ടില്ല. ഇതിന്റെ കാര്യങ്ങൾ ഏർലി സ്റ്റേജസിലാണ് എന്ന് ഫബ്രീസിയോ പറയുന്നു. ദി അത്ലറ്റിക് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് നെയ്മർ ഇനീഷ്യലി റിജക്ട്സ് ദി ഐഡിയ ഓഫ് പ്ലേയിങ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. തുടക്കത്തിൽ നെയ്മർ റിജക്ട് ചെയ്തിരിക്കുകയാണ്. MLS പോയി ഇപ്പോൾ കളിക്കുന്ന കാര്യത്തിൽ നെയ്മർ റിജക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ദി അത്ലറ്റിക്കിന്റെ റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ മറ്റ് സോഴ്സുകളും നൽകുന്നുണ്ട്. അതിൽ പറഞ്ഞ ചിക്കാഗോ ഫയർ അൽ ഹിലാലിന് മുന്നിലേക്ക് ഒരു ടെംപ്റ്റിംഗ് ഓഫറാണ് വെച്ചിരിക്കുന്നത്. $50 മില്യൺ എക്സീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഓഫർ കൊടുക്കുന്നു നെയ്മറുടെ കോൺട്രാക്ട് അവർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. മാത്രമല്ല നെയ്മർ ജൂനിയർക്ക് ഒരു വലിയ സാലറി, ദി അമേരിക്കൻ ക്ലബ് ഓൾസോ ഓഫർഡ് എ ഹ്യൂജ് സാലറി ടു ദി പ്ലെയർ. നെയ്മർക്കൊരു വലിയ സാലറിയും അവരിപ്പം ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. എന്തായാലും നെയ്മർ തുടക്കത്തിൽ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. വരും ദിനങ്ങളിൽ നെയ്മർ അൽ ഹിലാൽ വിട്ടു പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. പ്രത്യേകിച്ച് ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഹോർഗെ ഹീസസ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? നെയ്മറെ ഏതാണ്ട് അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇനി അവിടെ നെയ്മർ തുടരുമോ എന്ന കാര്യം കണ്ടറിയണം. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.